നമസ്കാരം. ഒരു ന്യൂസ് കണ്ടതായിരുന്നു, വളരെ വിഷമം തോന്നി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സോഷ്യൽ മീഡിയ പേജിലാണ് ഞാൻ ഈ ഒരു വാർത്ത കണ്ടത്. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം. കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്ന് 5 ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞ് 200 രൂപ വന്നു. എന്നിട്ട് ടിക്കറ്റ് ഒരു 50 ടിക്കറ്റ് എടുത്തിട്ട് പഴയ ടിക്കറ്റ് ഒരു 32 വെച്ചു. 2-3 ഓട്ടോറിക്ഷക്കാരോട് പിന്നെ ടിക്കറ്റിൻ്റെ വളവ് കണ്ടപ്പോൾ നോക്കിയിട്ട് ഓട്ടോറിക്ഷക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, ഇത് പുതിയ ടിക്കറ്റ്. അത് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പഴയ ടിക്കറ്റ് വെച്ചു, മുകളിലൊരു 10 ടിക്കറ്റ് എടുത്തിട്ട് മുകളിൽ വെച്ചു അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് സംഭവിക്കാറുണ്ടോ? ഇടയ്ക്ക് എൻ്റെ 5-10 ആയിട്ടും നമുക്ക് പോകാറുണ്ട്. ഒരു പ്രാവശ്യം അതേപോലെ 3000 രൂപ ടിക്കറ്റ് പോയി. നമ്മൾ ഇതൊക്കെ ഇപ്പോൾ സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തു, അതൊന്നും പിടുത്തം കിട്ടിയില്ല. ഇപ്പോൾ പറഞ്ഞത് 50 ടിക്കറ്റ് ഉണ്ടാവും. ഈ 50 ടിക്കറ്റിന് എന്ത് വില വരും? ടിക്കറ്റ് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എടുക്കുമ്പോൾ 1700 രൂപ വരും. വിട്ട 2000 കിട്ടും, 300 രൂപ കിട്ടും. 2000 കിട്ടുന്ന ടിക്കറ്റാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കണേ. ഇതാണ് DC. ഇതിൽ പ്രൈസ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാം. എന്തൊരു ക്രൂരതയാണ് പാവം മനുഷ്യനോട് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി, ചെയ്തവൻ ഏതവനാണെങ്കിലും വെള്ളം ഇറങ്ങാണ്ട് ശാപത്തുള്ളൂ. കാരണം ഇത് എൻ്റെ മാത്രം വാക്കല്ല. ആ വീഡിയോ കണ്ട ഓരോ വ്യക്തി മനസ്സറിഞ്ഞ് ശപിച്ചിട്ടുണ്ടാവും. കമന്റ് ബോക്സിൽ അതേപടി അവരെ മനസ്സിൽ തോന്നിയത് അവർ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവരെ മനസ്സിൽ വന്ന ആ ഒരു ശാപവാക്കുകളാണ്. പച്ച വെള്ളം കിട്ടാണ്ട് ചാവും, അങ്ങനെ തന്നെ പറയും. കണ്ടാലറിയാം കാഴ്ചയില്ലാത്തൊരു പാവം അച്ഛനാണ് ഒരു മനുഷ്യൻ. അയാള് ജീവിക്കാൻ വേണ്ടിയിട്ട് കൈനീട്ടി തെണ്ടുന്നില്ല, ആരൊന്നും പിടിച്ചു പറിക്കാൻ പോകുന്നില്ല. അയാളാലാവുന്ന രീതിയിൽ ടിക്കറ്റ് ഇല്ലാത്ത കാശ് കൊടുത്ത് മേടിച്ച് 50 ടിക്കറ്റ് വിറ്റാൽ ആകെ കിട്ടുക 300 രൂപയാണ്. അത്ര 1800 രൂപയ്ക്ക് 50 ടിക്കറ്റ് മേടിച്ച് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നത് 300 രൂപയാണ് ലാഭം. ആ 300 രൂപയ്ക്ക് വേണ്ടിയിട്ട് വൈകിട്ട് ആ ടിക്കറ്റ് തീരുന്നത് വരെ അലഞ്ഞ് നടക്കണം. തീർന്നിട്ടില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് നഷ്ടം. ഇങ്ങനെ ഒരു മനുഷ്യനെ, അതും കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ പറ്റിച്ചിട്ട് അവൻ എന്ത് നേടിയിട്ടുണ്ടാവും? ഞാൻ അതാണ് ആലോചിക്കുന്നത്. അവൻ അതൊന്ന് കൊണ്ടുപോയി മറച്ച് വിൽക്കാനാവത്തില്ല. പോട്ടെ, അത് അടിച്ചാൽ അവൻ അതിന്റെ പ്രൈസ് മേടിക്കാനാവില്ല. അവൻ ഈ വീഡിയോ കാണില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈ കാണുന്നവരോട് ഞാൻ പറയട്ടെ, ഇതുപോലുള്ള ക്രൂരത ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുവാണെങ്കിൽ ചെയ്യരുത്. ഒരു കാരണവശാലും ഇതുപോലെ ആരും ചെയ്യരുത്. നമ്മളും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ തത്രപ്പാടിൽ ഓടുന്നവരാണ്. ആ മനുഷ്യൻ അയാളെ കൊണ്ടാവുന്ന രീതിയിൽ ഓടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ഉപദ്രവിക്കാതിരിക്കാൻ മാത്രമേ പറയുന്നു. ദ്രോഹിക്കാതിരിക്കാൻ. ആ മനുഷ്യനൊരു നേരത്തെ ഒരു ചായ പോലും മേടിച്ചു കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ആ ഭാഗത്തേക്ക് ആ മനുഷ്യനല്ല, ഏതൊരു മനുഷ്യരാണെങ്കിലും ഒരു ചായ വെള്ളമോ മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. പക്ഷെ ആ ഭാഗത്ത് അവരെ ഉപദ്രവിക്കാതിരിക്കുക, ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക, അത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ഇത് വളരെ വൃത്തികെട്ട തന്നില്ലാത്ത പരിപാടിയാണ് ഈ കാണിച്ചത്. ഏതവനാണെങ്കിലും സത്യം പറയാലോ, ഇനി പോലീസിന് കിട്ടുകയാണെങ്കിൽ നല്ല പൊട്ടിക്കണം. അവന് പാഠം പഠിപ്പിക്കാനാവണം. ജനമൈത്രിയൊന്നും ഇവനെ പോലുള്ളവർക്ക് ബാധകമാക്കരുത്. ഇവനെ പോലുള്ളവർ അതിന്റെ ആ ഒരു പരിഗണന പോലും അർഹിക്കുന്നില്ല. എന്തായാലും ഇവനൊക്കെ അനുഭവിക്കും. സത്യം, നമുക്കൊരു കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മൾ എവിടെ ഓടി ഒളിച്ചിട്ടും കാര്യമില്ല. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിരിക്കും. ഭയങ്കര വിഷമം തോന്നിട്ട് ഈ വീഡിയോ. സത്യം.